ഹലോ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. വേറെ ഒന്നുമല്ല, സത്യത്തില് എവിടെ ചെന്നാലും ഞാനൊരു ഇന്ത്യക്കാരിയാണ് എന്ന് പറയാനായിട്ട് തന്റേടത്തോടെ ഞാനൊരു ഇന്ത്യക്കാരിയാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ എന്തോ എനിക്കത് പറയാൻ തോന്നുന്നില്ല, ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെന്ന്. കാരണം അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം വേറൊന്നുമല്ല. ഈ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു, ഡൽഹിയില് അതിക്രൂരമായി പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊല്ലുകയും അതില് പീഡിപ്പിക്കപ്പെട്ടവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. കുട്ടി മരിച്ചുപോയി, പക്ഷെ എന്നാലും ചെയ്തവരെ എന്താ പറയാ, നിയമം വെറുതെ വിട്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ ഈയിടക്ക് ഞാൻ പിന്നെ ഒരു വാർത്ത കേട്ടു, അതിലൊരു വ്യക്തിയെ, അതായത് പ്രായപൂർത്തിയായിട്ടില്ലെന്നാണ് പറയുന്നത്, പക്ഷെ അവന് പ്രായത്തിനേക്കാൾ കൂടുതൽ കാമുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല, അവന് പ്രായമായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവനെ ഈ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും 10,000 രൂപയും കൊടുത്തു ഒരു തയ്യൽ മെഷീനും. ഒന്ന് ഓർക്കണേ നിയമത്തിന്റെ ഒരു അവസ്ഥ. എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്, ഇന്ത്യയിലെ നിയമത്തിനോട് എനിക്ക് പുച്ഛം. സത്യം ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഒരവസരം തന്നത് നമ്മുടെ ഇന്ത്യയിലെ നിയമം. 18 വയസ്സിന് താഴെ ആരെങ്കിലും വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ അപ്പൊ പെറ്റിയടിക്കണം, ചിലപ്പോ കേസ് പോകും. ശരിയല്ലേ? 18 വയസ്സ് പ്രായപൂർത്തിയാകാതെ ഒരു പെണ്ണ് കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരാണ് 21 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചാലും അത് തെറ്റാ. പക്ഷെ പ്രായപൂർത്തിയാവാതെ പീഡിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റുമല്ല. പ്രായപൂർത്തിയാവാത്ത ഒരുത്തൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അതൊരു തെറ്റുമല്ല. അതിപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികളോടായിട്ട് ഞാൻ ഒരു കാര്യം പറയാണ്, കുറച്ച് ശ്രദ്ധിച്ചൊക്കെ നടന്നോ. ചിലപ്പോ ഇതിനേക്കാളും കൂടുതൽ കാമം വരുത്ത ആണുങ്ങൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ പീഡിപ്പിക്കലും കഴിഞ്ഞ് നമ്മളെ ചിലപ്പോ കൊന്നുവിട്ടിട്ട് അമ്മമാര് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകും. ഒന്ന് ഞാൻ പറയാം, എനിക്കിപ്പം നാണമാണ് ഞാനൊരു ഇന്ത്യക്കാരിയാണെന്ന് പറയാം. അങ്ങനെ ആക്കി തീർത്തു. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കട്ടെ.